ഭക്തിയുടെ പല അവസ്ഥകൾ കണ്ടിട്ടുണ്ടെങ്കിലും രമൺ രീതിയിലെ ഇത്തരമൊരു ആചാരം ആദ്യമായിട്ടാണ് കാണുന്നത്. ഉത്തർപ്രദേശിലെ മധുരയിൽ നിന്ന് 14 കിലോമീറ്റർ മാറിയുള്ളൊരു ഗ്രാമമാണ് ഈ ഗോകുലം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ബാലനായിരുന്നപ്പോൾ കൂട്ടുകാരുമൊത്ത് ഈ ഗോകുലത്തിൽ കളിച്ചു വളർന്നു എന്നതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ കാലങ്ങൾക്കിപ്പുറം ഇന്നും ഭക്തർ രമൺ രീതി തേടിപ്പിടിച്ച് വരുന്നുണ്ട്. ഉണ്ണിക്കണ്ണൻ കളിച്ചു വളർന്ന മണ്ണായതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർ പ്രായഭേദമന്യേ മണ്ണിൽ കിടന്നുരുളുകയും വാരി പരസ്പരം എറിയുകയും വീട് വെച്ച് കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഭഗവാന്റെ കാൽപാദം പതിച്ച മണ്ണെന്ന വിശ്വാസത്തിന്മേൽ മണ്ണ് വാരിക്കൊണ്ടുപോകുന്നവർ വരെ ഇവിടെയുണ്ട്. ഭക്തിയുടെ മുൻപിൽ 7ഉം 70ഉം ഒരുപോലെയാകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ ശീലിച്ച ഭക്തി മാർഗങ്ങൾക്കപ്പുറം മനുഷ്യര്, എസ്പെഷ്യലി സ്ത്രീകൾ, ഭഗവാനെ കൂട്ടുകാരനായും കാമുകനായും മകനായും ഒക്കെയാണ് സങ്കല്പിക്കാറിവിടെ. നൃത്തം ചെയ്തും പാട്ടുപാടിയും മണ്ണ് പരസ്പരം വാരിയെറിഞ്ഞും ഒക്കെ അവർ ആ ഭക്തി പ്രകടിപ്പിക്കുന്നുണ്ട്. ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപ് സ്വാമി ഗ്യാൻദാസ് ജി ഇവിടെ തപസ്സിരുന്നപ്പോൾ മുൻപിൽ ഉണ്ണിക്കണ്ണൻ പ്രത്യക്ഷപ്പെട്ടത്രേ. അതിന്മേലാണ് ഈ ക്ഷേത്രം പോലും പണി കഴിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ ഇവിടെ ഭക്തിയുടെ തീവ്രത ഇത്തിരി കൂടുതലാണെങ്കിൽ പോലും മനുഷ്യരെല്ലാം മറന്ന് കുഞ്ഞുങ്ങളെപ്പോലെ കളിക്കുന്നത് കാണാൻ ഒരു രസം തന്നെയല്ലേ?